യേശുവേ കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാ. യേശുവേ കൃപയേകുകിൽ പ്രാർത്ഥന എത്ര പുണ്യമാ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യയായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കൃപയുടെ സമയത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയ ആ വലിയ കരുണയുടെ നിമിഷങ്ങളിലേക്കാണ് നാം കിടക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിതാവായ ദൈവം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുന്നതെന്നും തിരിച്ചറിയാനുള്ള നിമിഷങ്ങളാണിത്. പുത്രനായ ദൈവത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ജനതയെ അവിടുന്ന് വീണ്ടെടുത്തു. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് പുത്രനായ ദൈവം കടന്നു വന്ന പിതാവായ ദൈവത്തെ എപ്രകാരം സ്നേഹിക്കണമെന്നും പിതാവായ ദൈവത്തോട് എപ്രകാരം ചേർന്ന് നിൽക്കണമെന്നും വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. ആ പുത്രനായ ദൈവം തൻ്റെ പരസ്യ ജീവിതകാലത്ത് എപ്രകാരമാണ് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നത് എന്ന് നമുക്കറിയാം. അവരിൽ വിശ്വസിച്ച എല്ലാവരെയും അവിടുന്ന് സുഖപ്പെടുത്തുന്നതും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നു. പ്രിയമുള്ള ഒരു വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുന്ന ഏതൊരുവനെയും കാത്തിരിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയുമെന്നുള്ളതാണ്. എന്നാൽ ഈ കൃപയുടെ സമയത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. സ്നേഹമുള്ളവരെ, 12 വർഷം രക്തസ്രാവം എന്ന രോഗത്താൽ വലഞ്ഞ ഒരു സ്ത്രീയുടെ വിശ്വാസത്തെയാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുക. മോശയുടെ നിയമം അനുസരിച്ച് രക്തസ്രാവം വന്ന ഒരു സ്ത്രീയെ അശുദ്ധിയായിട്ടാണ് കണക്കാക്കുക. അല്ലെങ്കിൽ തന്നെ ആ കാലത്ത് സ്ത്രീകളെല്ലാവരും തന്നെ ഈ ഓരോ നിയമങ്ങളുടെ പേരിൽ ഒത്തിരിയേറെ ഞെരുക്കം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അവസരമായിരുന്നു. അതിനാൽ തന്നെ ഇതുപോലെ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവർ തീർച്ചയായും അനുഭവിച്ചിരുന്ന ഞെരുക്കങ്ങൾ വളരെ വലുതായ ഒന്നായിരുന്നു. തീർച്ചയായും സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരിക. ഈ സുവിശേഷത്തിലെ ആ ഒരു സ്ത്രീയും അതുപോലെ ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. സമൂഹത്തിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ, ആരോടും സമ്പർക്കപ്പെടാതെ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥ, എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ വിഷമിച്ചു പോയ ഒരവസ്ഥ.
അങ്ങനെ അവൾ പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തു. പക്ഷേ അവളുടെ സ്ഥിതിക്ക് യാതൊരു മാറ്റവും വന്നില്ല എന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അവൾ തൻ്റെ ശാരീരികമായ അസുഖം മാറുന്നതിന് വേണ്ടി ഓരോ വൈദ്യരെ സമീപിച്ചപ്പോഴും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, മറിച്ച് മോശമാവുകയാണ് ചെയ്തത്. ഇനി തനിക്ക് രക്ഷയില്ല എന്ന ഒരു ചിന്ത അവളെ നയിച്ചില്ല. കാരണം അവൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവളായിരുന്നു. 12 വർഷമായി രക്തസ്രാവം ബാധിച്ചിട്ട് ഇതുവരെ ഒരു വൈദ്യനും അത് സുഖപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല. യാതൊരു പരിശോധനകളും ഫലപ്രദമായിട്ടില്ല. എങ്കിലും അവളുടെ വിശ്വാസം അവൾ വെടിയുന്നില്ല. തന്നിലേക്ക് തന്നെ ഒരു പരാജയം സംഭവിച്ച സ്ത്രീ എന്ന നിലയിൽ നോക്കുവാൻ അവൾ തയ്യാറായില്ല. അവൾ ഒരു ദൃഢനിശ്ചയമെടുത്തു, തൻ്റെ രോഗം സുഖമാകുന്നത് വരെ പൊരുതുമെന്ന്. ആ ഒരു ദൃഢനിശ്ചയമായിരിക്കാം ഒരുപക്ഷെ ആ സ്ത്രീയെ മുന്നോട്ട് നയിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ യേശുവിനെക്കുറിച്ച് കേട്ടറിയുന്നത്. അതിനിടയിൽ തന്നെ ഒത്തിരിയേറെ ആളുകൾ യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു തുടങ്ങി. യേശുവിൻ്റെ അടുക്കൽ പോയവരെല്ലാം എപ്രകാരമാണ് സുഖം പ്രാപിച്ചത് എന്ന് അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. അങ്ങനെ എങ്ങനെയും യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരണം എന്നൊരാഗ്രഹം അവൾ ജനിക്കുവാൻ ഇതെല്ലാം കാരണമായി തീർന്നു. പ്രിയമുള്ളവരെ, ആ ഒരു വിശ്വാസമാണ് അവളെ യേശുവിലേക്ക് അടുപ്പിക്കുന്നത്. താൻ കേട്ടതെല്ലാം വിശ്വസിച്ചവൾ. തൻ്റെ ചുറ്റുപാടുമുള്ളവർ യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചറിഞ്ഞവൾ. അവളുടെ മനസ്സിൽ ഒരു വിശ്വാസം ജനിപ്പിക്കുവാൻ അത് കാരണമായി മാറി. എങ്ങനെയും യേശുവിനെ ഒന്ന് കാണണം. യേശുവിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ എൻ്റെ രോഗം ഭേദമാകും എന്ന ഒരു വിശ്വാസം അവളുടെ ഉള്ളിലേക്ക് കടന്നു കയറി. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ തൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇങ്ങനെ രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കുവാൻ അനുവാദമില്ല. അപ്പോൾ പരസ്യമായി താൻ എപ്രകാരമാണ് അവനെ കാണുക? ആ ഒരു ചിന്തയായിരിക്കാം അവൾ ഇപ്രകാരം ചിന്തിക്കുന്നതിനിടയാക്കിയത്. അവൻ്റെ മുമ്പേ പരസ്യമായിട്ട് പോകുവാൻ ഞാൻ നിൽക്കുന്നില്ല. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ മാത്രം മതി, അത് എന്നെ സുഖമാക്കും. പ്രിയമുള്ളവരെ, അവളുടെ വിശ്വാസത്തിൻ്റെ വലിപ്പമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുക. എപ്രകാരമാണോ താൻ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത്, അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ എടുക്കുന്ന ഒരു തീരുമാനം. സമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമായി പ്രത്യക്ഷപ്പെടുവാൻ അനുവാദമില്ലാത്തവൾ ഒളിച്ച് തന്നെ മറ്റാരും തിരിച്ചറിയാതിരിക്കുവാൻ പൂർണ്ണമായി മൂടിക്കെട്ടിയ ഒരവസ്ഥയിലായിരിക്കണം കടന്നു ചെന്നിട്ടുണ്ടാവുക. കാരണം സുവിശേഷം തന്നെ പറയുന്നുണ്ട്, യേശുവിന് ചുറ്റും ജനം തിക്കിക്കൂട്ടിയാണ് കടന്നു പോയതെന്ന്. അപ്പോൾ അതിനിടയിലൂടെ ആരും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ യേശുവിനെ സമീപിക്കുകയും അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഒന്ന് തൊടുകയും വേണം. ഒരു ആഗ്രഹത്തോടു കൂടെ അവൾ പ്രവർത്തിച്ചു. മറ്റാരും അറിയാതെ അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടപ്പോൾ തന്നെ യേശുവിന് അത് തിരിച്ചറിയുവാൻ സാധിച്ചു. തന്നെ ജനം തിക്കിത്തിരക്കുകയാണെന്ന് യേശുവിന് നല്ല ബോധ്യമുണ്ട്. എന്നിട്ടും തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന യേശു തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? പ്രിയമുള്ളവരെ, മറ്റുള്ളവർ ശ്രദ്ധിച്ചില്ലെങ്കിലും, മറ്റുള്ളവരാൾ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരം കേൾക്കുന്നവരാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകൾ എത്തിച്ചേരാതിരിക്കുന്നില്ല. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം അത് കേൾക്കും. വിശ്വാസത്തോടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടുവാൻ നീ ആഗ്രഹിച്ചാൽ അതുപോലും തിരിച്ചറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ ശിഷ്യന്മാർ പോലും ചോദിക്കുന്നുണ്ട്, ഗുരു നീ കാണുന്നില്ലേ, നിന്നെ എല്ലാവരും തിക്കി തിരക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എപ്രകാരമാണ് നിനക്ക് ഇങ്ങനെ ചോദിക്കുവാൻ സാധിക്കുക? ആരാണ് എന്നെ തൊട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായും ചുറ്റുപാടുമുള്ള എല്ലാവരും തന്നെ അങ്ങേ തൊട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ഇപ്രകാരം നീ ചോദിക്കുന്നത് എന്നൊരർത്ഥത്തിലാണ് ആ ഒരു ചോദ്യം അവിടെ ഉയരുക. എങ്കിലും തനിക്ക് സംഭവിച്ച മാറ്റം തിരിച്ചറിയുന്ന ആ സ്ത്രീ ഭയത്തോടുകൂടെ അവിടെ കടന്നു വരികയും അവിടെ ഏറ്റുപറയുകയും ചെയ്യുന്നു, ഞാൻ ഇപ്രകാരം അങ്ങയുടെ വസ്ത്രത്തെ തൊട്ടു, ഇതാ എനിക്ക് സംഭവിച്ച മാറ്റം ഇതാണ്. പ്രിയമുള്ളവരെ, അവിടെ യേശു നൽകുന്ന മറുപടി, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. അതുവരെ അവൾ അനുഭവിച്ചിരുന്ന വേദനകളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്ന രംഗമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. പൂർണ്ണമായ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിച്ച ആ സ്ത്രീ തനിക്ക് സംഭവിച്ച മാറ്റങ്ങൾ തിരിച്ചറിയുകയും, കർത്താവേ, ഞാൻ പ്രതീക്ഷയിലും അധികമായി നീ എന്നെ സഹായിച്ചുവല്ലോ, എന്നെ സുഖപ്പെടുത്തിയത് എന്ന ഒരു സന്തോഷം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം അവൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ സാധിച്ചത്. ആദ്യമേ എല്ലാം ഒത്തിരിയേറെ പേടിച്ചിട്ടുണ്ടാകും. എന്താണ് അവൻ പറയാൻ പോവുക? ഞാൻ ആ യേശുവിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇതാ ഇപ്പോൾ അനുഭവിച്ചറിയുന്നു. ഇതാ എൻ്റെ കൺമുമ്പിൽ അവൻ നിൽക്കുന്നു. അവനോട് എന്താണ് പറയുക, എന്താണ് ഞാൻ, എങ്ങനെയാണ് അവനോട് പ്രത്യുത്തരം നൽകുക എന്നൊന്നും അറിയാതെ വിഷമിച്ചിരിക്കുന്ന ആ സ്ത്രീ പക്ഷേ വളരെ ശാന്തമായി അവളോട് പ്രതികരിക്കുന്ന ഈശോ അവളുടെ വിശ്വാസത്തിലേക്കാണ് നോക്കുന്നത്. അവളുടെ ശാരീരികമായ സൗഖ്യമല്ല അവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്, മറിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെ അവൾ എപ്രകാരമാണ് തന്നെ സമീപിച്ചത്. അവളെ ആ ഒരു തരത്തിലാണ് ഈശോ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അവളുടെ വിശ്വാസത്തെ പ്രശംസിക്കുവാൻ യേശു മടി കാണിക്കുന്നില്ല. മകളെ, നിന്റെ വിശ്വാസം വലുതാണ്, സമാധാനത്തോടെ പോവുക എന്ന് കർത്താവ് പറയുമ്പോൾ തീർച്ചയായും ആ ഒരു സമാധാനം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവളുടെ ജീവിതത്തിൽ പുതിയൊരു ചാപ്റ്റർ അവിടെ തുടങ്ങുകയാണ്. ക്രിസ്തുവിനെ അനുഭവിച്ചതിന് ശേഷമുള്ള ഒരു ജീവിതം, ക്രിസ്തുവിനെ പൂർണ്ണമായും തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചതിന് ശേഷമുള്ള ഒരു ജീവിതം, ക്രിസ്തുവിനെ പൂർണ്ണമായി തൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത ഒരു ജീവിതം തീർച്ചയായും വളരെ സന്തോഷത്തോടെ ജീവിക്കാവുന്ന ഒരവസ്ഥയാണ് അവൾക്ക് കൈവന്നിരിക്കുന്നത്. ഇതുവരെ ഒറ്റപ്പെടൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ്, ഒത്തിരിയേറെ വേദനയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. പക്ഷേ യേശുവിനെ അനുഭവിച്ചപ്പോൾ, യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവിൻ്റെ സൗഖ്യം ഏറ്റുവാങ്ങിയപ്പോൾ ഇതാ അവൾ പുതിയൊരു സൃഷ്ടിയായിട്ട് മാറി. പ്രിയമുള്ളവരെ, കരുണാമയനായ ദൈവം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ് പ്രവർത്തിക്കുക. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്തെല്ലാം ചെയ്താലും വിജയം കാണാതെ പോകുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടാകും. എന്തു ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ മോശമായ അനുഭവങ്ങൾ മാത്രമുണ്ടാകുന്ന അവസ്ഥ, അവിടെയെല്ലാം നീ വിശ്വാസത്തോടെ യേശുവിലേക്ക് കടന്നു വന്നാൽ യേശു നിന്നെ കാണുകയും നിന്റെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും നിന്നെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തുകയും ചെയ്യും. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളെ കാണിച്ചു തന്നത്, വിശ്വാസത്തോടെ യേശുവിനെ സമീപിച്ചാൽ തീർച്ചയായും അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതെന്ത് സങ്കീർണമായ പ്രശ്നങ്ങളോടെയാണെങ്കിലും നീ വിശ്വാസത്തോടെയാണോ യേശുവിനെ സമീപിക്കുന്നത്, തീർച്ചയായും അവൻ നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന കേൾക്കും. മറ്റുള്ളവരാരും നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മറ്റുള്ളവരാരും നമ്മളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ പൂർണ്ണമായി ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചാൽ തീർച്ചയായും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,